നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 525th day. Today 19th sloka of Pradhama Skandha, first chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 525 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സാധു സ്വാദു പദേ പദേ. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സാധു സ്വാദു പദേ പദേ. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിൽ വീണ്ടും പറയുകയാണ് ശൗനകാദികൾ ഭഗവാന്റെ പരാക്രമാദി കഥകളെ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ രസം അറിഞ്ഞവർക്ക്, അതായത് ഭഗവാന്റെ കഥകളുടെ കേൾക്കുന്നവർക്കും അത് കേട്ടിട്ട് അതിൻ്റെ രസം അറിയുന്നവർക്കും ഓരോ പദത്തിലും പതേ പതേ സ്വാദു സ്വാദു, ഓരോരോ പദം വായിക്കുമ്പോഴും ഓരോരോ പദത്തിൻ്റെ കേൾക്കുമ്പോഴും ഓരോ പദത്തിൻ്റെ അർത്ഥം അറിയുമ്പോഴും സ്വാദ് കൂടിക്കൂടി വരികയാണ്. സാധു സ്വാദു പതേ പതേ. ഓരോ വാക്കുകളിലും ഓരോ വരികളിലും ഭഗവാന്റെ ആ മാധുര്യമുള്ള വീരകഥകൾ കേട്ടിട്ട് സ്വാദ് തോന്നിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സാധു, ഓരോ പദത്തിലും സാധു വർദ്ധിച്ചു വരുന്ന ആ ഭഗവാന്റെ ചരിത്രങ്ങളെ എത്ര കേട്ടിട്ടും ഞങ്ങൾക്ക് മതി എന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും സ്വാദിഷ്ടമാണ്. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിച്ചാൽ ഒരു അളവ് കഴിയുമ്പോൾ മതി, ഇനി നമുക്ക് വേണ്ട, ഇത്ര മതി, ഇതിനാലപ്പുറം ഇനി ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നും. എന്നാൽ ശൗനകാദികൾ പറയുകയാണ്, ഭഗവാന്റെ കഥകൾ കേട്ടാലും സാധു വർദ്ധിച്ച് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുകയല്ലാതെ ഒരിക്കലും അതിൽ പരമമായ തൃപ്തി തോന്നുകയില്ല. എന്തെന്നാൽ അതിന് അനന്തമാണ്. ആ ആസ്വാദം, ആ രസം, അത് അനന്തമാണ്. അത് അനുഭവിച്ച് അതിൽ തന്നെ നാം ലയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അത് അനുഭവിച്ച് അതിൽ നിന്ന് പുറത്തു വരികയല്ല ചെയ്യുന്നത്. വീണ്ടും വീണ്ടും നമുക്കതിൽ ലയമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭഗവത് കഥകളിൽ നമുക്ക് തൃപ്തി വരികയില്ല. മതി, ഇനി ഭഗവത് കഥ കേൾക്കണ്ട, ധാരാളമായി എന്ന് നമുക്ക് തോന്നില്ല. ഒന്ന് കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കണമെന്ന് തോന്നും, വീണ്ടും കേൾക്കുമ്പോൾ എന്നും കേൾക്കണമെന്ന് തോന്നും. അങ്ങനെ ഓരോ പദങ്ങളിലും സ്വാദ് വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് ശൗനകാദികൾ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ. വിതൃപ്യാമ എന്ന് പറഞ്ഞാൽ തൃപ്തരാകുന്നില്ല എന്ന്, തൃപ്തി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സാധു സ്വാദു പദേ പദേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.